എത്രയൊക്കെ ഉറപ്പുള്ളതെന്ന് നമ്മൾ വിചാരിക്കുന്ന രാഷ്ട്രീയ കോട്ടകൾക്കും അതിന്റെ ഉള്ളറകളിൽ ചില കഥകൾ പറയാനുണ്ടാകും. ഡേറ്റ വെച്ച് നോക്കുമ്പോൾ ആ കഥകൾ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഇന്ന് നമ്മൾ അങ്ങനെയൊരു കോട്ടയുടെ, അതായത് കല്യാശ്ശേരിയുടെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലുകയാണ്. മലബാർ മേഖലയുടെ ഹൃദയഭാഗത്താണ് കല്യാശ്ശേരി. ഇത് വെറുമൊരു മണ്ഡലം മാത്രമല്ല, കേരള രാഷ്ട്രീയത്തിന്റെ ഒരു ചെറിയ പതിപ്പ് തന്നെയാണെന്ന് പറയാം. അപ്പൊ നമുക്ക് അക്കങ്ങൾക്കും കണക്കുകൾക്കുമപ്പുറം ഇവിടത്തെ ജനങ്ങളുടെ രാഷ്ട്രീയത്തെയും അവരുടെ പ്രതീക്ഷകളെയും ഒന്ന് അടുത്തറിയാൻ ശ്രമിക്കാം. ഏതൊരു സ്ഥലത്തെ രാഷ്ട്രീയത്തെ മനസ്സിലാക്കണമെങ്കിലും ആദ്യം നമ്മൾ അവിടുത്തെ മണ്ണിനെ അറിയണം, അല്ലേ? അവിടുത്തെ മനുഷ്യരുടെ ജീവിതം എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് നമുക്ക് കല്യാശ്ശേരിയുടെ ആ ഒരു അടിസ്ഥാന സ്വഭാവത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ മണ്ഡലത്തിലെ ജനസംഖ്യയുടെ ഒരു ഘടന നോക്കൂ. ഏകദേശം 70% ഹിന്ദുക്കളുണ്ട്. അതോടൊപ്പം തന്നെ 20-30% വരുന്ന ശക്തമായൊരു മുസ്ലിം ന്യൂനപക്ഷവുമുണ്ട്. ഈ ഒരു സാമൂഹിക ഘടന ഇവിടത്തെ രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമാണ്. അത് തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് നമുക്ക് വഴിയെ കാണാം. പക്ഷേ കല്യാശ്ശേരി എന്ന് പറയുന്നത് വെറും അക്കങ്ങളുടെ ഒരു കളിയല്ല. ഇവിടുത്തെ ഭൂപ്രകൃതി പോലെ തന്നെ, അതായത് തീരദേശവും ഇടനാടും ചേർന്നതുപോലെ വളരെ സങ്കീർണമാണ് ഇവിടുത്തെ രാഷ്ട്രീയവും. ഇവിടെയുള്ളവർക്ക് രാഷ്ട്രീയമെന്ന് പറയുന്നത് 5 കൊല്ലം കൂടുമ്പോൾ ചെയ്യുന്നൊരു കാര്യമല്ല, അതവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. ശരി, ഇനി നമുക്ക് ഈ വിശകലനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കാം. കല്യാശ്ശേരി ഒരു രാഷ്ട്രീയ കോട്ടയാണെന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? പക്ഷേ ഏറ്റവും ഉറപ്പുള്ള കോട്ടയുടെ ചുമരുകളിൽ പോലും ചില വിള്ളലുകൾ കണ്ടു തുടങ്ങും. എന്താണ് ആ വിള്ളലുകൾക്ക് കാരണം? നമുക്ക് നോക്കാം. ഈ സംഖ്യ ഒന്ന് ശ്രദ്ധിക്കൂ. 80%. ഇത് വെറുമൊരു കണക്കല്ല, ദേശീയ ശരാശരിയേക്കാൾ വളരെ വളരെ ഉയർന്ന പോളിംഗ് ശതമാനമാണിത്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: കല്യാശ്ശേരിയിലെ ജനങ്ങൾ അവരുടെ ജനാധിപത്യ അവകാശത്തെ എത്രത്തോളം ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന്. ഇതാണ് ആ കോട്ടയുടെ അടിത്തറ. ഏകദേശം 60%. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലേറെയായി ഭരണകക്ഷി സ്ഥിരമായി നേടുന്ന വോട്ട് വിഹിതമാണിത്. ഇതൊരു സാധാരണ വിജയമല്ല, ഇതൊരു ചോദ്യം ചെയ്യപ്പെടാത്ത രാഷ്ട്രീയ ആധിപത്യമാണ് കാണിക്കുന്നത്. ഈ ചാർട്ടിലേക്കൊന്ന് നോക്കിയേ. കഴിഞ്ഞ ഒരു ദശാബ്ദത്തെ കഥയാണിത്. ഭരണകക്ഷിയുടെ ആധിപത്യം എത്രത്തോളം സ്ഥിരതയുള്ളതാണെന്ന് ഇതിൽ കാണാം. അവരുടെ വോട്ട് വിഹിതം ആ 60% ഏതാണ്ട് ഉറച്ചു നിൽക്കുകയാണ്. എതിരാളികൾക്ക് കാര്യമായൊരു മുന്നേറ്റം നടത്താൻ സാധിക്കുന്നില്ല. പക്ഷേ ഈ കാണുന്ന ചിത്രം പൂർണ്ണമാണോ? അതാണ് ചോദ്യം. ഇവിടെയാണ് കഥയിൽ ഒരു ട്വിസ്റ്റ് വരുന്നത്. ഈ സ്ലൈഡിലെ ആ ഒരു വൈരുദ്ധ്യം ശ്രദ്ധിക്കൂ. ഒരു വശത്ത് വളരെ ശക്തമായ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി സംവിധാനം. മറുവശത്തോ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളിൽ ഭരണത്തിൽ അവർക്ക് അതൃപ്തിയുണ്ട്. ഈ ഒരു വൈരുദ്ധ്യമാണ് കല്യാശ്ശേരിയുടെ രാഷ്ട്രീയത്തിന്റെ കേന്ദ്രബിന്ദു. അപ്പോ ആ അതൃപ്തിയുടെ ശബ്ദം എന്താണ്? വലിയ കണക്കുകളിൽ നിന്നും ചാർട്ടുകളിൽ നിന്നും നമുക്ക് താഴെത്തട്ടിലേക്ക് വരാം. കല്യാശ്ശേരിയിലെ സാധാരണക്കാരായ വോട്ടർമാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നേരിട്ട് കേൾക്കാം. ഈ വാക്കുകൾ കേൾക്കൂ. ഇതൊന്നും പത്രവാർത്തയല്ല. മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ നേരിട്ട് പറയുന്ന കാര്യങ്ങളാണ്. വേനൽക്കാലത്തെ വെള്ളമില്ലായ്മ, റോഡുകളുടെ അവസ്ഥ, ആശുപത്രികളിലെ സൗകര്യക്കുറവ്, ഇവയെല്ലാം അവരുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: ഈ കേൾക്കുന്നതൊക്കെ അവിടെയും ഇവിടെയുമുള്ള ഒറ്റപ്പെട്ട പ്രശ്നങ്ങൾ മാത്രമാണോ? അതോ നമ്മൾ നേരത്തെ പറഞ്ഞ ആ കോട്ടയുടെ ഭിത്തിയിൽ വീഴുന്ന വിള്ളലുകൾ തന്നെയാണോ ഇത്? ഈ പരാതികൾക്കും പരിഭവങ്ങൾക്കും പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കാം. ഉപരിതലത്തിൽ കാണുന്ന ഈ പ്രശ്നങ്ങൾക്കപ്പുറം ഈ അതൃപ്തിയുടെ മൂലകാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കാം. അപ്പോ ഇവിടത്തെ അതൃപ്തി എന്ന് പറയുന്നത് റോഡിലൊരു കുഴിയെക്കുറിച്ചോ അല്ലെങ്കിൽ പൈപ്പിൽ വെള്ളം വരാത്തതിനെക്കുറിച്ചോ മാത്രമല്ല. അതിനേക്കാൾ ആഴത്തിലുള്ള സാമ്പത്തിക സമ്മർദ്ദങ്ങളാണ് യഥാർത്ഥ കാരണം. വിലക്കയറ്റം, ഗൾഫിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ട് തിരികെ വരുന്നവരുടെ ആശങ്കകൾ, പിന്നെ ക്ഷേമ പദ്ധതികൾ കിട്ടാനുള്ള കാലതാമസം, ഇവയെല്ലാം ഓരോ കുടുംബത്തെയും നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ രാഷ്ട്രീയത്തില് എപ്പോഴും ജാതിയും മതവുമൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തില് അവരെയെല്ലാം ഒരുമിപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും അങ്ങനെയുള്ള 2 കാര്യങ്ങളാണ്. ഈ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് സമുദായമേതാണെന്നോ പാർട്ടി ഏതാണെന്നോ നോട്ടമില്ല. അത് എല്ലാവരെയും ഒരുപോലെയാണ് ബാധിക്കുന്നത്. ശരി, അപ്പൊ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു, അതിന്റെ കാരണങ്ങളും ഏതാണ്ട് മനസ്സിലാക്കി. ഇനി നമുക്ക് പരിഹാരങ്ങളെക്കുറിച്ച് സംസാരിക്കാം. പാർട്ടി ഏതുമായിക്കൊള്ളട്ടെ,
ജനങ്ങളിൽ നിന്ന് വരുന്ന ഈ സൂചനകളോട് ഒരു നേതാവിന് എങ്ങനെ ക്രിയാത്മകമായി പ്രതികരിക്കാൻ സാധിക്കും? ഈ പട്ടിക ഒരു പുതിയ ഭരണതന്ത്രത്തിന്റെ രൂപരേഖയാണ്. നമുക്കിതിനെ ചതുർമുഖ സിദ്ധാന്തമെന്ന് വിളിക്കാം. ഇതിൽ 4 പ്രധാന തന്ത്രങ്ങൾ കാണാം: ആക്രമണം, സ്ഥിരത, പുതുമ, സംരക്ഷണം. നിലവിലെ ഭരണപക്ഷത്തിന്റെ സമീപനങ്ങളെ ഒരു എതിരാളിക്ക് എങ്ങനെ നേരിടാമെന്ന് ഇത് വ്യക്തമാക്കുന്നു. ഉദാഹരണത്തിന്, വെറും പ്രത്യായശാസ്ത്രം പറയുന്നതിനു പകരം ബഹുസ്വരതയെ പ്രതിരോധിക്കുക. പാർട്ടി തുടർച്ചയ്ക്ക് പകരം സുസ്ഥിരമായ മതേതര ഭരണം ഉറപ്പു നൽകുക. ഈ തന്ത്രങ്ങളെ എങ്ങനെ പ്രവൃത്തിയിൽ കൊണ്ടുവരാമെന്ന് നോക്കാം. നമ്മൾ നേരത്തെ കേട്ട ജനങ്ങളുടെ പരാതികൾ ഓർക്കുന്നില്ലേ? വെള്ളമില്ലായ്മ, മോശം റോഡുകൾ, തൊഴിലില്ലായ്മ. അതിനെല്ലാം നേരിട്ടുള്ള മറുപടിയാണ് ഈ 3 പദ്ധതികൾ. നേരിയത്തെ നീർ എന്ന ശുദ്ധജല പദ്ധതി, റോഡ് നവീകരണം, പിന്നെ തൊഴിൽമേളകൾ. ഇവ വെറും വാഗ്ദാനങ്ങളല്ല, കൃത്യമായ കർമ്മപരിപാടികളാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ട പ്രധാന പാഠം ഇതാണ്: കല്യാശ്ശേരി പോലുള്ള ഒരു സ്ഥലത്ത് വിജയിക്കാൻ വേണ്ടത് വലിയ പ്രത്യയശാസ്ത്ര പ്രസംഗങ്ങൾ മാത്രമല്ല, മറിച്ച് ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് സ്പർശിക്കുന്ന പ്രാദേശിക പ്രശ്നങ്ങൾക്ക് മൂർത്തമായ പരിഹാരങ്ങൾ നൽകുന്ന ഒരു ജനകീയ ഭരണമാണ്. പ്രവർത്തനത്തിലൂടെ വിശ്വാസം നേടുക, അതാണ് പ്രധാനം. ഇത്തരമൊരു ഭരണത്തിന് ജനങ്ങളുടെ വിവരങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇന്ത്യയുടെ DPDP ചട്ടക്കൂടനുസരിച്ച് ഓരോ പൗരന്റെയും സ്വകാര്യതയും സമ്മതവും പരമപ്രധാനമാണ്. സേവനങ്ങൾ നൽകുമ്പോൾ നമ്മൾ സേവിക്കുന്ന ആളുകളുടെ അന്തസ്സും അവരുടെ ഡേറ്റയും സംരക്ഷിക്കേണ്ടതുണ്ട്. അപ്പോ നമ്മുടെ ഈ വിശകലനത്തിന്റെ അവസാനം ഈ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ബാക്കിയാവുകയാണ്: രാഷ്ട്രീയ കൂറ് ഇത്രയധികം ആഴത്തിൽ വേരൂന്നിയ ഒരു സമൂഹത്തിൽ പ്രാദേശിക ഭരണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ രാഷ്ട്രീയ ഭൂപടത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഒരുപക്ഷെ കല്യാശ്ശേരിയുടെ മാത്രമല്ല, നമ്മുടെ ജനാധിപത്യത്തിന്റെ തന്നെ ഭാവിയെ നിർണയിച്ചേക്കാം. ജനങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവാകാനും നിങ്ങളുടെ മണ്ഡലത്തെ ഉയരങ്ങളിലെത്തിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ blueprintstrategies.ai യുമായി ബന്ധപ്പെടുക. mgr@blueprintstrategies.ai എന്ന ഇമെയിൽ വിലാസത്തിലോ 08042041602 എന്ന നമ്പറിലോ ഞങ്ങളെ വിളിക്കാം. രാഷ്ട്രീയത്തിനപ്പുറമുള്ളൊരു ലക്ഷ്യം.